മാൽദീവ്സിൽ ബെസ്റ്റ് റിസോർട്ട് എന്നൊന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് റൈറ്റ് റിസോർട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ലഗൂൺ ഐലൻഡ് ബുക്ക് ചെയ്തിട്ട് കോറൽ റീഫ് എക്സ്പെക്ട് ചെയ്ത് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. റൈറ്റ് ട്രാൻസ്ഫർ ചോയ്സ് ഉള്ള റിസോർട്ട് എടുത്താൽ തന്നെ നിങ്ങളുടെ പകുതി പൈസ അവിടെ സേവ് ചെയ്യുകയും എൻറ്റയർ സ്ട്രെസ്സിനെ അത് കുറയ്ക്കുകയും ചെയ്യും. മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യും. ആ ബഡ്ജറ്റിൽ വരുന്ന ഹോട്ടൽസ് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് നോക്കും. കറക്റ്റ് അല്ലേ? ആൾക്കാർ എപ്പോഴും വിചാരിക്കുന്ന 1 ലക്ഷമോ 1.5 ലക്ഷം രൂപയുടെ പാക്കേജ് ഓൺലൈനിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പേ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ പേയ്മെന്റ് ആയി എന്നുള്ളതാണ്. പക്ഷേ ഇതാണോ റിയാലിറ്റി? അല്ല. ശരിക്കും മാൽദീവ്സിലെ പ്രൈസ് ബ്രേക്ക് ഡൗൺ എങ്ങനെയാ വരുന്നതെന്ന് അറിയോ? സ്റ്റേക്ക് ഒരു 40 to 50%, അവിടേക്ക് എത്താനുള്ള ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് 20 to 30%, ഫുഡ് കോസ്റ്റ് എല്ലാം കൂടെ ഒരു 20 to 25%, ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ടാക്സസ് 5 to 10% ഒക്കെ വരുന്ന ഒരു കോസ്റ്റിംഗ് ആണ് മാൽദീവ്സ് ആസ് എ ഡെസ്റ്റിനേഷൻ ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മാൽദീവ്സിൽ 28% വരെയാണ് ടാക്സ് സ്ട്രക്ചർ വരുന്നത്. ഇത് കൂടാതെ അവരുടെ എൻവയോൺമെൻറ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് $12 പെർ പേഴ്സൺ പെർ നൈറ്റ് ഗ്രീൻ ടാക്സ് വളരെ കമ്പൽസറി ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ പേ ചെയ്യാറില്ല. നിങ്ങൾ ഓൺലൈനിൽ എപ്പോഴും പേ ചെയ്യുന്നത് അക്കോമഡേഷൻ കോസ്റ്റ് മാത്രമായിരിക്കും. ബാക്കിയുള്ളതെല്ലാം ട്രാൻസ്ഫേഴ്സും മീലും ഇതെല്ലാം നിങ്ങൾ ഡയറക്റ്റ്ലി റിസോർട്ടിൽ ചെന്നിട്ടായിരിക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അല്ല, ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നറിയോ? നമ്മൾ മാൽദീവ്സ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഹോട്ടൽ കണ്ടു, അതിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കി, അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എടുത്തിട്ട് മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇതിലെ ഫുഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി ഷോക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 20 to 25% ആണ് മിനിമം ഫുഡ് കോസ്റ്റ് മാൽദീവ്സിൽ വരുന്നത്. ഇതിൽ അഗൈൻ മറ്റു പലരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രാൻസ്ഫർ കോസ്റ്റ് പാടെ ഇഗ്നോർ ചെയ്യും. ഈ ഹിമാലയ എയർപോർട്ടിൽ നിന്നും മാൽദീവ്സിലെ റിസോർട്ടിലേക്ക് എത്താൻ ഒന്നുകിൽ നിങ്ങൾ സ്പീഡ് ബോട്ട് എടുക്കണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കണം, അല്ലെങ്കിൽ സീ പ്ലെയിൻ ട്രാൻസ്ഫർ എടുക്കണം. ഇതിനെ കംപ്ലീറ്റ്ലി കോസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് കൈ പൊള്ളുന്നതിന് തുല്യമായിരിക്കും. പൊതുവെ ആളുകളുടെ ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഓൾ ഇൻക്ലൂസീവ് മീൻസ് എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് എന്നുള്ളതാണ്. പക്ഷേ അതല്ല കറക്റ്റ്. റിസോർട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങളുടെ ടോട്ടൽ ലാൻഡഡ് കോസ്റ്റ് എത്രയാണെന്ന് ചെക്ക് ചെയ്യുക. അതിൽ ട്രാൻസ്ഫർ ഇൻക്ലൂഡഡ് ആണോ, മീൽസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്, ടാക്സ് സ്ട്രക്ചർ ഇൻക്ലൂഡഡ് ആണോ? ഇത് ഏറ്റവും മേജർലി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. സെക്കൻഡ് തിങ്, നിങ്ങളൊരു 2 to 3 days ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ മിനിമം നിങ്ങളൊരു ഹാഫ് ബോർഡ് മീൽ പ്ലാൻ എങ്കിലും കൺഫേം ചെയ്യാൻ നോക്കുക. ഒരിക്കലും അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി പ്ലാനിലേക്ക് പോകാണ്ടിരിക്കുക. കാരണം നിങ്ങൾ ഓരോ മീലിനും അവിടെ ചെന്നിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ എൻറ്റയർ ബഡ്ജറ്റിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. ഇനി അതല്ല നിങ്ങളൊരു 4 days 4+ ഡേയിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരു ഓൾ ഇൻക്ലൂസീവ് പ്ലാൻ പ്രാക്ടിക്കലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച്, ഡിന്നർ, ബെവറേജസ്, നിങ്ങൾ ആൽക്കഹോളിക് ആൻഡ് നോൺ ആൽക്കഹോളിക് ബെവറേജസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഇത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഓൾ ഇൻക്ലൂസീവ് മീൽ പ്ലാനിലായിരിക്കും കുറച്ചെങ്കിലും ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന PDF ഇൻക്ലൂഷൻ ലിസ്റ്റിൻ്റെ PDF ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെക്ക് ചെയ്യുക, ക്ലാരിറ്റി വരുത്തുക നിങ്ങൾ എന്തിനൊക്കെയാണ് പേ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു 2 കാര്യങ്ങൾ മേജർലി ചെക്ക് ചെയ്താൽ തന്നെ കോസ്റ്റ് പലപ്പോഴും കൺട്രോൾ ആവും. അതർവൈസ് നിങ്ങളുടെ മാൽദീവ്സിൻ്റെ ട്രിപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് നിങ്ങൾ 1 lakh ഇവിടെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണലി ഒരു 1.5 lakh എങ്കിലും അവിടെ ചെന്നിട്ട് പേ ചെയ്യേണ്ടി വരും. മാൽദീവ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും റോങ് ആയിട്ട് ചെയ്യുന്ന സെക്കൻഡ് കാര്യം എന്താണെന്നറിയോ? റോങ് ആയിട്ടുള്ള ഒരു റിസോർട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. മാൽദീവ്സിൽ ബെസ്റ്റ് റിസോർട്ട് എന്നൊന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് റോങ് ചോയ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് റീൽസൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ലുക്സ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് ഒരുപക്ഷെ ആ ഹോട്ടൽ ഓൺലൈനിലൊക്കെ കയറിയിട്ട് അത് ബുക്ക് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ സെയിം റിസോർട്ട് ഒരാൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ വൈബിനനുസരിച്ചോ നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചോ ഉള്ള ഒരു റിസോർട്ട് ആയിരിക്കത്തില്ല. നിങ്ങൾക്കതൊരു വേസ്റ്റ് ഓഫ് മണിയോ ആയി പോകാനുള്ള ഹൈലി ചാൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് റൈറ്റ് റിസോർട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന് വേണ്ടുന്ന ഡിസിഷൻ ക്ലാരിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഒരു മറൈൻ ലവർ ആണെന്നുണ്ടെങ്കിൽ, സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഹൗസ് റീഫ് ഉള്ള ഒരു റിസോർട്ട് ചൂസ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളൊരു ഹണിമൂണറാണ്, പ്രൈവസിയും സൺസെറ്റ് വ്യൂവും ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ അങ്ങനെയുള്ള റിസോർട്ട് മാക്സിമം ചൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. കാരണം എല്ലാ റിസോർട്ടിലും സൺസെറ്റ് വ്യൂ റൂംസ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഫാമിലി ട്രിപ്പാണ് വേണ്ടുന്നതെങ്കിൽ ബീച്ച് വില്ലാസും
കിഡ്സിന് എൻ്റർടൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉള്ള റിസോർട്ട് മസ്റ്റായിട്ട് ചൂസ് ചെയ്യുക. മാൽദീവ്സിലെ ഒരുപാട് റിസോർട്ടിൽ കിഡ്സിന് വേണ്ടുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉൾപ്പെടെയുള്ള റിസോർട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സിയാം വേൾഡൊക്കെ ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു റിസോർട്ടാണ്. അതല്ല, നിങ്ങളൊരു ബഡ്ജറ്റ് ലക്ഷറി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലഗൂൺ റിസോർട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതിലെ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ലഗൂൺ ഐലൻഡ് ബുക്ക് ചെയ്തിട്ട് കോറൽ റീഫ് എക്സ്പെക്ട് ചെയ്ത് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അല്ലേ? അപ്പോൾ ഈ ട്രിപ്പിൽ എനിക്ക് എന്താണ് വേണ്ടുന്നത്, അതിനനുസരിച്ചിട്ടുള്ള റിസോർട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് മസ്റ്റായിട്ട് റൂമിൻ്റെ ലൊക്കേഷനും ആ ഐലൻഡിൻ്റെ മാപ്പും ക്ലാരിറ്റിയിൽ ചോദിച്ച് വാങ്ങിക്കാം. നിങ്ങൾ എങ്ങനെ ബുക്ക് ചെയ്താലും വെബ്സൈറ്റിൽ നിന്നോ മറ്റുള്ളിടത്തു നിന്നോ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് മാത്രം ആ ഹോട്ടൽ ബുക്ക് ചെയ്യുക. അതായത് റൈറ്റ് റിസോർട്ട് മാച്ച് കിട്ടിയാൽ തന്നെ സെയിം ബഡ്ജറ്റിൽ 10 times ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഏറ്റവും വലിയ നെക്സ്റ്റ് ട്രാപ്പാണ് മാൽദീവ്സിലെ ട്രാൻസ്ഫർ ട്രാപ്പ്. നമ്മൾ ഓൾറെഡി ഒരു ഐഡിയ അതിനെ പറ്റിയിട്ട് പറഞ്ഞു. മാൽദീവ്സ് ട്രിപ്പിലെ ഏറ്റവും ഇഗ്നോർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ട്രാൻസ്ഫർ ടു ദ റിസോർട്ട്. ഏത് മോഡിലാണ് ട്രാൻസ്ഫർ ഉള്ളത്? മിക്കുള്ളവർക്കും ഈ ഒരു ഐഡിയ പോലും ഇല്ലാതായിരിക്കും റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് എയർപോർട്ട് പിക്കപ്പ് എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ പോകണം, നമുക്ക് സ്പീഡ് ബോട്ട് ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണോ, അത് ഏത് ടൈമിലാണ്, മോർണിംഗ് കഴിഞ്ഞ് മിക്കുള്ള റിസോർട്ടിനും ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ചിലപ്പോൾ ഈവനിങ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതല്ല, നിങ്ങൾ സീ പ്ലെയിൻ ആണ് ബുക്ക് ചെയ്യുന്നെങ്കിൽ നോട്ട് ഓൾ ദ ടൈം നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് സീ പ്ലെയിൻ ട്രാൻസ്ഫേഴ്സ് ഡെഫിനറ്റ്ലി മാൽദീവ്സിൽ കിട്ടില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്ഫറിൻ്റെ കോസ്റ്റും ടൈമിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡേ 1 എക്സ്പീരിയൻസിനെ മാറ്റർ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ സ്പീഡ് ബോട്ട് ആണെങ്കിൽ സ്പീഡ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്ലി അതൊരു ചീപ്പർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾ 2 മണിക്ക് എത്തിയാലും ഏകദേശം 2:30 നിങ്ങൾക്ക് സ്പീഡ് ബോട്ട് കിട്ടും. പക്ഷേ നോട്ട് ഓൾ ദ റിസോർട്ട് ഹാവ് ഫ്രീക്വൻറ്റ് സ്പീഡ് ബോട്ട്സ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന റിസോർട്ടിന് സ്പീഡ് ബോട്ടിന് എന്തെങ്കിലും ടൈമിംഗ് റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ സീ പ്ലെയിൻ ഉള്ളൊരു റിസോർട്ടാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, കുറച്ചും കൂടെയൊക്കെ സീ പ്ലെയിൻ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ 7 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു ഫ്ലൈറ്റ് ആയിരിക്കും ഈ സീ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിൽ ലഗേജ് സ്പേസ് ആയിരിക്കും വരുന്നത്, അധികം ഉയർന്നു പൊങ്ങത്തുമില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, രാവിലെ 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് സീ പ്ലെയിൻ നമുക്ക് ഫ്ലൈ ആവത്തുള്ളൂ. കാരണം പൈലറ്റ്സ് അവരുടെ കണ്ണിനെയാണ് വിശ്വസിക്കുന്നത്, അവർക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ഇനി സൺസെറ്റ് ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് മോശമാണെങ്കിലോ സീ പ്ലെയിൻ ഫ്ലൈ ആവത്തില്ല. നിങ്ങൾ എത്തിക്കഴിയുന്ന ഉടനെ സീ പ്ലെയിൻ കിട്ടുമെന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ലോഞ്ചൊക്കെ എപ്പോഴും പ്രോപ്പർട്ടീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതിനകത്തൊന്നും ഒരു ഡൗട്ടില്ല. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഡേ പെട്ടെന്ന് റിസോർട്ടിൽ എത്തണം എന്നുള്ളൊരു ഐഡിയ ഉള്ളവർ സീ പ്ലെയിൻ ചൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. ബിക്കോസ് അതിന് വളരെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ആയിരിക്കും ഉള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എത്തുന്ന ഫ്ലൈറ്റ് ടൈമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എൻറ്റയർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഈവനിങ്ങോ നൈറ്റോ ആണ് മാലെ എയർപോർട്ടിൽ എത്തുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് അന്നത്തെ ദിവസം ട്രാൻസ്ഫർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ദിവസം നിങ്ങൾക്ക് മാലെ എയർപോർട്ടിലുള്ള ഒരു സിറ്റി ഹോട്ടൽ എടുക്കേണ്ടി വരും. എഗൻ അത് കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഹോട്ടലായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. പല സിറ്റുവേഷനിലും ഒരു 6 മിസ്റ്റേക്സ് കാരണമായിരിക്കത്തില്ല. എക്സെപ്റ്റ് നമുക്ക് ടൈമിംഗ് അറിയാം, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻ കാരണം അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ റിസോർട്ടിന് മാത്രമായിരിക്കും ഇങ്ങനത്തെ ഉള്ള കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സിംപ്ലി മീൻസ് റൈറ്റ് ട്രാൻസ്ഫർ ചോയ്സ് ഉള്ള റിസോർട്ട് എടുത്താൽ തന്നെ നിങ്ങളുടെ പകുതി പൈസ അവിടെ സേവ് ചെയ്യുകയും എൻറ്റയർ സ്ട്രെസ്സിനെ അത് കുറയ്ക്കുകയും ചെയ്യും. എഗൻ ഇന്ത്യൻ മാർക്കറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് ഉള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ടൈം ടു ടൈം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല ഓഫേഴ്സ് ഉള്ള ഒരു പ്രോപ്പർട്ടി ചൂസ് ചെയ്ത് എടുക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻക്ലൂഷൻ ലിസ്റ്റും ബെറ്റർ ആയിരിക്കും, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയും കുറവായിരിക്കും, ഓവറോൾ നിങ്ങളുടെ ട്രിപ്പിനെ അത് എലിവേറ്റ് ചെയ്യുകയും ചെയ്യും. സിംപ്ലി പറഞ്ഞാൽ മാൽദീവ്സ് ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റിസോർട്ടല്ല. ഇത്രയധികം സിമ്പിളായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ വേറെ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഇത്തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഹ്യൂജ് എമൗണ്ടും അത് വളരെയധികം കോസ്റ്റ്ലി മിസ്റ്റേക്കുമായിട്ട് മാറും. സോ പാക്കേജ് പ്രൈസ് മാത്രമല്ല, നിങ്ങൾ ടോട്ടൽ കോസ്റ്റാണ് നോക്കേണ്ടത്. ബെസ്റ്റ് റിസോർട്ട് മാത്രമല്ല, റൈറ്റ് റിസോർട്ട് തിരഞ്ഞെടുക്കാൻ നോക്കുക. ഡിസ്റ്റൻസ് മാത്രമല്ല, ട്രാൻസ്ഫർ ലോജിക്കും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ ക്ലിയർ ആയാൽ മാൽദീവ്സ് ഈസ് വർത്ത് ഫോർ എവറി റുപ്പീസ് യു ആർ സ്പെൻഡിങ്. ഇല്ലെങ്കിൽ
അത് നിങ്ങളുടെ ഒരു നൈറ്റ് മെയർ എക്സ്പീരിയൻസ് ആയിട്ടും ഒരു എക്സ്പെൻസീവ് റിഗ്രറ്റ് ആയിട്ട് മാറാനും ഹൈലി ചാൻസ് ഉള്ള ഒരു ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾ ട്രാവൽ ഡേറ്റും നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് പ്രിഫറൻസും ഷെയർ ചെയ്താൽ മാൽദീവ്സ് നിങ്ങൾക്ക് സ്യൂട്ട് ആണോ എന്നുള്ളതും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് ഏതാണെന്നുള്ളതും നമ്മൾ ഗൈഡ് ചെയ്ത് തരാം. യു ക്യാൻ മെസ്സേജ് ഓർ കോൾ ടു 7558066925 or you can visit our Instagram page, Chitra Nair Travel Saga.